ഭൂഗോളത്തിൻ്റെ മാപ്പിൽ ബ്രസീൽ എന്ന രാജ്യത്തിൻ്റെ അതിരുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ലോകത്തെവിടെയുമുള്ള ഫുട്ബോൾ പ്രേമികൾ വിരൽ ചൂണ്ടുന്നത് അവൻ്റെ കാലുകളിലേക്കായിരിക്കും. കാൽപന്തു കളിയുടെ സിംഹാസനത്തിലേക്ക് ദാരിദ്ര്യത്തിൻ്റെ തെരുവിൽ നിന്നും നടന്നുപോയ ഒരേയൊരു മാന്ത്രികൻ നെയ്മർ ഡി സിൽവ സാന്റോസ് ജൂനിയർ. കളിക്കളത്തിൽ കാലുകൾ കൊണ്ട് കവിത എഴുതുവാനും എതിരാളികൾക്ക് മുന്നിൽ ബോൾ കൊണ്ട് നൃത്തം ചവിട്ടുവാനും വായുവിൽ വില്ലുപോലെ വളയുന്ന മഴവിൽ ഫ്രീക്കിക്കുകൾ കൊണ്ട് ഗാലറിയെ ഭ്രാന്ത് പിടിപ്പിക്കാനും കഴിവുള്ള കാനറിപ്പടയുടെ ഒരേ ഒരു സുൽത്താൻ. പക്ഷേ അവൻ്റെ വിസ്മയ കരിയറിലുടനീളം നിഴലായി കൂടെയുണ്ടായിരുന്നത് മാരകമായ പരിക്കുകളും നെഞ്ചു തകർക്കുന്ന ക്രൂരമായ ഫൗളുകളുമായിരുന്നു. ഓരോ തവണ അവൻ മൈതാനത്ത് വീഴുമ്പോഴും ഒരു രാജ്യം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. കഴിഞ്ഞ ലോകകപ്പിലെ ആ കനൽ വഴി ഓർത്തു നോക്കൂ. ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ പുറത്താക്കലിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ പരിക്കിൻ്റെ കഠിന വേദനകളെയും സമ്മർദ്ദങ്ങളെയും കാറ്റിൽ പറത്തി ആ ക്രൊയേഷ്യൻ പ്രതിരോധ കോട്ടയെ മുഴുവൻ തകിടം മറിച്ച് അവൻ തൊടുത്തുവിട്ട ആ ഗോൾ, അത് കേവലം ഒരു ഗോളായിരുന്നില്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള അവൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. അന്ന് കളം വിടുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിനേക്കാൾ വീര്യമുണ്ട് അവൻ്റെ ഉള്ളിൽ കനലായി എരിയുന്ന പ്രതികാരത്തിന്. വീണിടത്തുനിന്ന് വിസ്മയമായി തിരിച്ചു വരുന്ന ഈ കാനറിപ്പടയുടെ രാജകുമാരൻ വീണ്ടും ഒരു അംഗത്തിനായി കളത്തിലേക്കിറങ്ങുമ്പോൾ ഫുട്ബോളിനെ പ്രണയിക്കുന്നവരുടെ നെഞ്ചിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവനെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ വെച്ച് ലോകം കാത്തിരിക്കുന്ന ആ സുവർണ കിരീടം അവൻ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ആ ചരിത്ര നിമിഷം സ്വന്തം കണ്ണാലെ കാണുക എന്നത് മാത്രമായിരിക്കും. അവൻ്റെ വീഴ്ചകളിൽ ആഘോഷം കണ്ടെത്തിയവർ ഒന്നും ഓർക്കുക, വേട്ടക്കാരൻ എത്ര ശക്തനായാലും കാട്ടിലെ നിയമം മാറ്റിയെഴുതാൻ അവന് കഴിയില്ല. കാരണം ഇവിടെ സാമ്രാജ്യങ്ങൾ പലതും വന്നുപോയിട്ടുണ്ടാകാം, പക്ഷേ ആ മഞ്ഞക്കുപ്പായത്തിലെ 10-ാം നമ്പർ സുൽത്താൻ്റെ സിംഹാസനം അത് എക്കാലവും അവന് മാത്രം അവകാശപ്പെട്ടതാണ്. ചരിത്രം അവനായി കാത്തുവച്ച ആ അന്തിമ വിജയത്തിലേക്ക് ഇനി അവൻ നടന്നു കയറുക തന്നെ ചെയ്യും.